CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 88.39% വിജയമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം തിരുവനന്തപുരത്താണ്. അബ്ദുൾ റഷീദ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. റഷീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? CBSEയുടെ 12ാം ക്ലാസ് തരത്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്, ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ വിജയശതമാനം തിരുവനന്തപുരത്ത് ആണ്. 99.32 കേരളത്തിലെ വിജയശതമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം വിജയവാഡയിലും ഏറ്റവും കൂടുതൽ വിജയശതമാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 17 കേന്ദ്രങ്ങളിൽ, അതായത് 17 മേഖലകളിലുള്ള റിസൾട്ടാണ് അല്ലെങ്കിൽ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 20 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് 12ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഫലവും ഉടൻ പുറത്തിറക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും 10ാം ക്ലാസ് തലത്തിലുള്ള പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ്, അതായത് കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളത്. ആകെ വിജയശതമാനം എന്ന് പറയുന്നത് 88.39 വിജയശതമാനമാണ് ആകെ ഇത്തവണത്തെ വിജയശതമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ 0.41% വിജയശതമാനം ഇത്തവണ അധികമുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും 20 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് 12ാം ക്ലാസ് തലത്തിലുള്ള പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 10ാം ക്ലാസിന്റെ CBSE പരീക്ഷാ ഫലവും ഉടൻ പുറത്തിറക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 88.39% വിജയം. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളത് തിരുവനന്തപുരത്താണ്. 12 മണിയോടുകൂടി CBSE.nic.in എന്ന വെബ്സൈറ്റിൽ പരീക്ഷാ ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും. റഷീദാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.